ഇരട്ട വോട്ട് പരാതിയിൽ യോഗം വിളിച്ച് പാലക്കാട് ജില്ലാ ഭരണകൂടം. 2000-ലധികം ഇരട്ട വോട്ടുണ്ടെന്ന പരാതി ജില്ലാ ഭരണകൂടം അന്വേഷിക്കും. BLOമാരിൽ നിന്ന് ജില്ലാ കളക്ടർ S. ചിത്ര വിശദീകരണം തേടി. അതിനിടെ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന് ഇരട്ട വോട്ടുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ സമ്മതിച്ചു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല, ഇതുപോലെ 2 വോട്ടുള്ള എല്ലാവരെയും നീക്കം ചെയ്യേണ്ടത് ആരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ജില്ലാ പ്രസിഡന്റ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ ഓഫീസിലാണ് താമസിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ റൂം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കൂടെ വന്നോ. അദ്ദേഹം റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കേണ്ടത് ആരാ? ഒരാൾക്ക് അപേക്ഷ കൊടുക്കാനേ കഴിയുള്ളൂ. അത് അന്വേഷണം നടത്തി ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ വലിയ വീഴ്ചയാണ്. പാലക്കാട് വോട്ടർ പട്ടിക പുനഃപരിശോധിക്കണമെന്ന ആവശ്യമായി CPIM രംഗത്തെത്തി. വ്യാജ വോട്ട് പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്കെന്ന് പാലക്കാട് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ബോധപൂർവം വ്യാജ വോട്ട് ചേർത്തുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ കോൺഗ്രസും BJPയും അതിൻ്റെ നേതൃത്വം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. മാത്രമല്ല, വ്യാജ വോട്ട് ചേർക്കുന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണ്. വ്യാജ വോട്ട് ചേർക്കുന്നതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് ഈ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന BLOമാർ ചെയ്തിട്ടുള്ളത്. ആ BLOമാർക്കെതിരെ കേസെടുക്കണം. നിഖിൽ പ്രമേഷ് വാർത്തയുടെ നിഖിൽ, ഇനിയിപ്പോൾ ഉയരുന്നത് ഗുരുതരമായ ആരോപണമാണ്, കേൾക്കുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ 5 നാൾ മാത്രം ബാക്കി നിൽക്കെ, കൃത്യമായി പറഞ്ഞാൽ 4 നാൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടർ പട്ടികയുടെ പുനഃപരിശോധന എന്നൊക്കെ ഉള്ളത് പ്രാക്ടിക്കൽ കാര്യമാണോ? എങ്ങനെയാണ് ഒരു പ്രശ്നപരിഹാരത്തെപ്പറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്? നിഖിൽ, ഹാഷ്മി, ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി മതിയായ രേഖകളില്ലാതെയും വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ചും കൂടുതൽ വോട്ടർമാരെ ചേർത്തു എന്നുള്ള ഒരു പരാതിയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നിലവിലത്തെ സാഹചര്യത്തിൽ നൽകിയിട്ടുള്ളത്. ഈ പരാതിയിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. 176-ാം ബൂത്ത് ലെവൽ ഓഫീസർ ഷീബയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. 2000-ലധികം കള്ളവോട്ടുണ്ടെന്ന പരാതി ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ BPLOമാരെ വിളിച്ചു വരുത്തി അവരോട് വിശദീകരണം തേടാനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ, BLOമാരെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കാനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളുടെ പേരിൽ വരെ ഇവിടെ വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ് ഉയർന്നിട്ടുള്ള പരാതി. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കുറേയധികം വോട്ടുകൾ, ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പല രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണം. അപ്പോൾ അത് വേണ്ടത് വോട്ടർ പട്ടികയുടെ പുനഃപരിശോധനയാണ്. അതൊക്കെ നടക്കാൻ ഇനി സമയമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പറയേണ്ടത് ജില്ലാ ഭരണകൂടമാണ്.